CMPയോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടം വീട്ടുമെന്നും പ്രതിപക്ഷ നേതാവ്. CMPക്ക് ഒന്നിൽ കൂടുതൽ MLA-മാർ ഉണ്ടാകുമെന്നും പറഞ്ഞു. CMPയോട് UDF പൂർണ്ണമായി നീതി പുലർത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 2026 അത് പരിഹരിക്കുന്നതിനുള്ള സമയമായിരുന്നു. പലിശ സഹിതം എന്തെങ്കിലും നീതികേട് കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ സഹിതം CMP ഇന്ന് UDF-ൽ മുസ്ലിം ലീഗ് പോലെ കേരള കോൺഗ്രസ് പോലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. CMP UDF എടുക്കുന്ന തീരുമാനങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയാണ്. CP ജോൺ UDF-ന്റെ സെക്രട്ടറി കൂടിയാണ്. വെറും സെക്രട്ടറി അല്ല, നിങ്ങൾക്കറിയാം, ശരിക്കുള്ള സെക്രട്ടറിയാണ്, കാര്യങ്ങൾ തീരുമാനിക്കുന്ന സെക്രട്ടറിയാണ്. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, അതിൽ ഒരാളല്ല, 1-ലധികം MLA-മാർ CMPക്കുണ്ടാകും. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ. CMPയോട് ചെയ്ത അനീതി എന്താണെന്ന് പറയുന്നുണ്ടോ പ്രതിപക്ഷ നേതാവ്? എന്തായാലും 2 MLA-മാരെ CMPക്ക് ഉറപ്പിക്കും എന്ന ഒരു വാഗ്ദാനം ആ വേദിയിൽ തന്നെ നൽകുന്നത് കാണാൻ കഴിഞ്ഞു. സുജയ പാർവതി, CMPയെ UDF അവഗണിച്ചു എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ CMPയുടെ സംസ്ഥാന കൺവെൻഷനിൽ പറഞ്ഞത്. CMPയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് കൺവെൻഷൻ നടന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CMPക്ക് 2 സീറ്റുകളാണ് UDF നൽകിയത്. 2ഇടത്തും CMPക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ CMPക്ക് നൽകുമെന്നതിൻ്റെ സൂചന കൂടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഏതായാലും CMP നേതൃത്വത്തിന് പ്രതീക്ഷയേകുന്ന പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ UDF-ന്റെ ചെയർമാൻ കൂടിയ പ്രതിപക്ഷ നേതാവ് UDF നേതൃത്വവുമായി ആലോചിച്ചിട്ടാണോ ഇത് പറഞ്ഞതെന്നറിയില്ല. നിലവിൽ UDF-ൽ ഈ ഉഭയകക്ഷി ചർച്ചകളോ സ്ഥാനാർത്ഥി സീറ്റ് വിഭജന ചർച്ചകളോ തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏത് സീറ്റുകളെന്നും പറയാൻ കഴിയില്ല. പക്ഷേ വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളാണ് സാധാരണ CMP പോലെയുള്ള കക്ഷികൾക്ക് നൽകാറുള്ളത്. കഴിഞ്ഞ തവണ നെന്മാറയാണ് ഒരു സീറ്റ്, പിന്നീട് കുന്നംകുളം അടക്കമുള്ള സീറ്റുകളാണ് നൽകിയത്. പക്ഷേ അതിൽ 1 വിജയസാധ്യത ഉള്ളതായിരുന്നു, പക്ഷേ അവിടെ ജയിക്കാൻ കഴിയില്ല. നെന്മാറയിൽ സമാനമായി CN വിജയകൃഷ്ണനും പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു. അതേസമയം ഏറെക്കാലമായി CMP കുറച്ചുകൂടി വിജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന് ആവശ്യമുയർത്തുന്നുണ്ടായിരുന്നു. അതിനോടുള്ള ഒരു പോസിറ്റീവായ പ്രതികരണമായി കാണേണ്ടി വരും. പക്ഷേ കൂടുതൽ സീറ്റ് നൽകുമെന്ന ഒരു സൂചന ഈ വാക്കുകളുണ്ടോ എന്ന സംശയവും കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ സീറ്റുകൾ വിട്ടു നൽകുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഏതായാലും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് നിലവിൽ UDF സംവിധാനം പോയിട്ടില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രധാന ഘടകകക്ഷികൾ ഈ കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടതുണ്ട്. അവരുടെ കൂടെ താല്പര്യമനുസരിച്ചായിരിക്കും മറ്റ് ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം. ഒന്നിൽ കൂടുതൽ MLA-മാർ ഉണ്ടാകും. അത് ആരൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ആരെയൊക്കെയാണ് ജയിപ്പിക്കാൻ പോകുന്നത് എന്നതും അറിയാൻ നമുക്ക് കാത്തിരിക്കാം.